So importance of understanding multiple problem strategies, problem solving strategies. So multiple problem strategies refers to it's a diverse set of approaches or methods that individuals can employ to analyze problems, develop workable solutions and implement them effectively. So as the heading suggests, it's different approaches towards a single problem. It's a different approach towards a single problems, okay, or that someone or somebody or a group can employ to analyze the problem, develop workable solutions, അതിൻ്റെതായ ഒരു സൊല്യൂഷൻസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് and then implement that solutions into the റിയൽ വേൾഡ്. ഓക്കെ, അതിന് നമുക്കെല്ലാം പറ്റുന്ന എല്ലാ സെറ്റ് ഓഫ് ഓൾ സ്ട്രാറ്റജീസ്, സെറ്റ് ഓഫ് ഓൾ മെത്തേഡ്സ്, ഓക്കെ, ഗ്രൂപ്പ് ഓഫ് ഓൾ ഡിഫറെൻറ്റ് അപ്രോച്ചസ് ടുവേർഡ്സ് ദാറ്റ് സിംഗിൾ പ്രോബ്ലം. അങ്ങനെ നമ്മൾ മൾട്ടിപ്പിൾ പ്രോബ്ലം സോൾവിംഗ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. സോ ദീസ് സ്ട്രാറ്റജീസ് ആർ വാല്യുബിൾ ഫോർ ഓവർകമ്മിങ് വേരിയസ് ചലഞ്ചസ് ഇൻ ഡിഫറെൻറ്റ് കോണ്ടെക്സ്റ്റ്, whether at work, personal life or during problem solving task itself. Okay, so understanding the different approaches towards a single problem is very essential for successfully completing the problem towards its goal. എന്താണോ ആ പ്രോബ്ലം കൊണ്ട് അഡ്രസ് ചെയ്യുന്നത്, ആ പ്രോബ്ലത്തിന്റെ സൊല്യൂഷനിലേക്ക് നമ്മൾക്ക് എത്താൻ ഈ ഡിഫറെന്റ് സ്ട്രാറ്റജീസ് എല്ലാം അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. So the most appropriate problem solving techniques will depend on the specific problem. നമ്മൾ എന്താണ് നമ്മളുടെ കോണ്ടെക്സ്റ്റ്, പ്രോബ്ലം അഡ്രസ് ചെയ്യുന്ന ഫീൽഡ് എന്താണോ അതിനനുസരിച്ചായിരിക്കും ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സ്ട്രാറ്റജിയുടെ അല്ലെങ്കിൽ ബെസ്റ്റ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. So we need to experiment with the several strategies before finalizing with a workable solution. ഒരു പർട്ടിക്കുലർ സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നതിന് മുൻപ് അതിൻ്റെ പ്രോസ് കോൺസ് നമ്മൾ എക്സ്പ്ലോർ ചെയ്തിരിക്കണം. Okay, advantages and disadvantages. Okay, so pros, cons and another term we will see. So we need to experiment with the several strategies before finalizing with a workable solutions. But by mastering several problem solving strategies, we can more effectively select the right plan of action when faced with the challenges in the future. Okay, so ഒരു പ്രോബ്ലം നമ്മൾ അഡ്രസ് ചെയ്ത പ്രോബ്ലത്തിനെ ഐഡന്റിഫൈ ചെയ്തു. ഓക്കെ, ആൾട്ടർനേറ്റീവ് മെത്തേഡ്സും നമ്മൾക്ക് അറിയാം, ഒരു ബെസ്റ്റ് മെത്തേഡ് നമ്മൾ സെലക്ട് ചെയ്തു. ബട്ട് in due course we will come across situations we somehow stuck with some region. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ആൾട്ടർനേറ്റ് അപ്രോച്ചസ് അറിയാമെങ്കിൽ ഇമ്മീഡിയറ്റ്ലി കംപ്ലീറ്റ് ടീം അവിടെ സ്റ്റക്കായി പോകാതെ വളരെ പെട്ടെന്ന് ആ പ്രോബ്ലത്തിനെ ഡൈവേർട്ട് ചെയ്ത് വേറെ ഏരിയയിൽ കൂടി പോയി ആ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ അതാണ് problem solving strategies in the advantages. So by knowing several strategies, one can quickly switch tactics when one method does not work, increasing the chance of finding some successful solution. So ഒരൊറ്റ മെത്തേഡ് അറിയുമായിരുന്നു എങ്കിൽ ആ പ്രോബ്ലം നമ്മൾ സ്റ്റക്ക് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ then proceeding to the next stage is practically പറ്റില്ല, it's impossible. ഓക്കെ, സോ അപ്പോൾ ആ പ്രോബ്ലത്തിന്റെ ഫൈനൽ ഗോളിലേക്ക് എത്തുക എന്ന് പറയുന്ന ചാൻസ് വളരെ വളരെ കുറവാണ്, നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. വി വിൽ സ്കിപ്പ് ദാറ്റ് പ്രോജക്റ്റ്. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. ഓൾറെഡി വി വെസ്റ്റഡ് സം മണി, അവർ ടൈം, അവർ ഹ്യൂമൻ റിസോഴ്സസ്, എവറിത്തിങ് വി ഹാവ് ഇൻവെസ്റ്റഡ്. നമുക്ക് വെറുതെ അങ്ങ് വേണ്ടെന്ന് വെച്ച് പോകാൻ പറ്റില്ല. വലിയ വലിയ പ്രോജക്ട്സിലൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അത് പ്രൊജക്റ്റേ എന്ത് ചെയ്യും, ഡ്രോപ്പ് ചെയ്യും. ഓക്കെ, സോ അങ്ങനെയുള്ള ട്രാജഡീസ് ഉണ്ടാകാതിരിക്കാൻ ഡിഫറെന്റ് സ്ട്രാറ്റജീസ് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, എക്സ്പ്ലോർ ചെയ്തിരിക്കണം. Okay, so that's very important to understand multiple problem solving strategies. So having a collection of problem solving strategies chances of enhances critical thinking and creativity. നമ്മൾ എന്താണ് critical thinking, എന്താണ് creative thinking എന്നൊക്കെ പറഞ്ഞിരുന്നു. So ആ critical and creative thinking the capabilities increase ചെയ്യാൻ ഈ different approachesലുള്ള thinking അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള knowledge നമ്മളെ സഹായിക്കും. So it promotes thinking creatively and exploring different viewpoints, which can result in more innovative and effective solution. So this broad perspective also aids in identifying patterns and similarities across different problems, making it easier to apply past knowledge to new situation. So different strategies നമ്മൾക്ക് അറിയാമെങ്കിൽ ആ സ്ട്രാറ്റജി തന്നെ ചില മെത്തേഡ്, some portions of that solutions in that method and this method might be similar.
ഒരേപോലെയുള്ള കേസ് സിറ്റുവേഷൻസ് വരും, ഒരേപോലുള്ള സൊല്യൂഷൻസ്, സബ് സൊല്യൂഷൻസ് രണ്ട് വഴി ചെയ്താലും, രണ്ട് സ്ട്രാറ്റജി ചെയ്താലും ഒരേപോലുള്ള സിറ്റുവേഷൻസ്, അതിനാണ് നമ്മുടെ പാറ്റേൺസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ആ ഡിഫറെന്റ് അപ്രോച്ചസിലുള്ള പാറ്റേൺസ്, അത് തമ്മിലുള്ള സിമിലാരിറ്റീസും ഡിഫറൻസും പഠിക്കാനും അതിനനുസരിച്ച് നമുക്ക് ആക്ട് ചെയ്യാനും മൾട്ടിപ്പിൾ സ്ട്രാറ്റജി വഴി നമുക്ക് പറ്റും. So benefits and importance with the multiple problem strategies. No one size fits all solution. നമ്മളോട് പറഞ്ഞു, ഡിഫറെന്റ് പ്രോബ്ലംസ് റിക്വയർ ഡിഫറെന്റ് അപ്രോച്ചസ്. ഒരാള് വാശി പിടിക്കുകയാണ്, ഞാൻ ഈ മെത്തേഡ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ, he will face problems in his career. Then a set of strategies allow tailoring solutions to specific challenges. നമ്മളുടെ ആ എക്സ്പെർട്ട് ആയ ആൾക്ക് പറയാൻ പറ്റും, if you follow this strategy you can get into the solutions very easily. Okay, so like a carpenter choosing different tools for various tasks. അദ്ദേഹത്തിന് അറിയാം ഇന്ന ജോബ് വരുമ്പോൾ ഇന്ന ടൂളാണ് സെലക്ട് ചെയ്യേണ്ടത്. അറിയാത്ത ഒരാൾക്ക് ഇറ്റ് വിൽ ബി എ ലൈക്ക് ഡിഫിക്കൽട്ട് ജോബ്. പറ്റാത്ത ഒരാൾക്ക് അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. Deepens the understanding, ആ ഏരിയയിലുള്ള അണ്ടർസ്റ്റാൻഡിങ്, നോളജ് ഇൻക്രീസ് ചെയ്യാൻ, ഡിഫറെന്റ് എല്ലാ പോസിബിലിറ്റീസും നമ്മൾ പഠിക്കുകയാണ്. സോ ഇറ്റ് വിൽ ഇൻക്രീസ് ദ നോളജ് ഓഫ് that one who is working behind in that area. So comparing methods depends understanding of concepts. എല്ലാ മെത്തേഡ്സിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് എല്ലാം നമ്മൾ പഠിച്ച് അപ്പോൾ ആ സബ്ജക്റ്റിൽ നമ്മൾ വളരെ വളരെ എക്സ്പെർട്ടൈസ് ആയിട്ട് മാറും. Then finding solution to that problem in that area will be easy. എല്ലാം നമ്മൾ അഡ്രസ് ചെയ്തിട്ടുണ്ട്, വരാവുന്ന എല്ലാ പോസിബിലിറ്റീസും നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് ആ പ്രോബ്ലം ചെയ്യുക എന്ന് പറയുന്നത് വളരെ എളുപ്പമായിട്ട്. സോ നമ്മൾ ഒരു പ്രോബ്ലത്തിലേക്ക് ഇറങ്ങുമ്പോൾ എല്ലാ സ്ട്രാറ്റജിയും എക്സ്പ്ലോർ ചെയ്യണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡിഫറെന്റ് സ്ട്രാറ്റജീസിന്റെ പോസിബിലിറ്റീസ് പഠിക്കണം എന്ന് പറയുന്നത്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഇൻസൈറ്റ്സ് എമർജ് ഫ്രം സീയിങ് കണക്ഷൻസ് ബിറ്റ്വീൻ ഡിഫറെന്റ് അപ്രോച്ചസ്. എല്ലാ മെത്തേഡുകൾ തമ്മിലുള്ള പരസ്പരം തമ്മിലുള്ള റിലേഷൻസ് നമ്മൾ അറിഞ്ഞിരിക്കും. എക്സ്പ്ലോറിംഗ് ഡിഫറെന്റ് പാത്സ് ഇൻ എ ഫോറസ്റ്റ് റിവീൽസ് മോർ അബൌട്ട് ദ എക്കോസിസ്റ്റം. ഒരു ഡെസ്റ്റിനേഷനിലേക്ക് ഡിഫറെന്റ് പാത്ത് ഉണ്ടായിരിക്കും. ഓക്കെ, എല്ലാ വഴികളെ കുറിച്ച് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. Flexibility and adaptability. Relying on a single strategy limits adaptability. Multiple strategies provide flexibility to pivot when necessary. Okay, so different strategy, എല്ലാ സെയിം പോയിന്റ്സ് തന്നെയാണ്. ഡിഫറെന്റ് സ്ട്രാറ്റജി അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബെനിഫിറ്റ്സ് യൂസ് ചെയ്ത് മാക്സിമം ബെനിഫിറ്റ് വരുന്ന അഡ്വാൻറ്റേജ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ഓരോ മെത്തേഡ്സിന്റെയും സ്ട്രാറ്റജീസ് വഴി നമുക്ക് പറ്റും. GPS offering multiple route options to navigate roadblocks. Imagine our GPS system, navigation system. ഒരൊറ്റ ആദ്യം കണ്ടുപിടിക്കുന്ന റൂട്ട് മാത്രമേ അതിന് അറിയുള്ളൂ. അങ്ങനെയായിരുന്നു അത് ഡിസൈൻ ചെയ്തിരുന്നെങ്കിൽ ട്രാഫിക്കിൽ ഉണ്ടാകുന്ന ബ്ലോക്ക് എന്ന് പറയുന്നത് ഇറ്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ ദ ടൈം, അല്ലെ? ആ പർട്ടിക്കുലർ മൊമെന്റിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ട്രിവാൻഡ്രത്ത് നിന്ന് തൃശ്ശൂർ വരെയുള്ള ജേണിയിൽ നമ്മൾ റൂട്ട് മാപ്പ് വയ്ക്കുമ്പോൾ ആലപ്പുഴ അതാണ് ബെസ്റ്റ് റൂട്ടായിട്ട് അപ്പോൾ സജസ്റ്റ് ചെയ്തു. ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തിയപ്പോൾ സംതിങ് ഹാപ്പൻഡ്, ഒരു പെട്ടെന്ന് വളരെ ഇതായിട്ടുള്ള ഒരു ബ്ലോക്ക് വന്നു. ഇമ്മീഡിയറ്റ്ലി അവർ നാവിഗേഷൻ സിസ്റ്റം ഈസ് ഗൂഗിൾ മാപ്പ് ഈസ് ആക്ടിങ് ആൻഡ് റീഡയറക്ടിങ് us to some other part. അതുപോലെ തന്നെയാണ് ഈ മൾട്ടിപ്പിൾ സ്ട്രാറ്റജീസ് അറിയാവുന്ന അല്ലെങ്കിൽ സ്ട്രാറ്റജീസ് എക്സ്പെർട്ടൈസ് ചെയ്ത ഒരു ടീമിന്റെ ഒരു പർട്ടിക്കുലർ സൊല്യൂഷൻ സ്റ്റക്കായി പോകാൻ പറ്റുന്നേ ഇല്ല, ഇമ്മീഡിയറ്റ്ലി ഹി ക്യാൻ സ്വിച്ച്. അവിടെ അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് സൊല്യൂഷൻ കണ്ടുപിടിച്ച് എടുക്കേണ്ട സമയം ആവശ്യമില്ല. ഇമ്മീഡിയറ്റ്ലി ഹി ക്യാൻ സ്വിച്ച് ദ എൻ്റയർ ടീം. അപ്പോൾ ഒരു ടീം വർക്ക് ആയിരിക്കും ഒരു പ്രൊജക്ട് എന്ന് പറയുന്നത്. അവിടെ ചിന്തിക്കാൻ പോയി കഴിഞ്ഞാൽ എൻ്റയർ ടീം വിൽ കം ടു സം പോസ് സ്റ്റേജ്. അങ്ങനെ ഒരിതിലേക്ക് ഒരു ടീം ലീഡർ എന്ന രീതിയിൽ നമ്മൾ നമ്മുടെ പ്രൊജക്റ്റിനെ കൊണ്ടുപോകാൻ പാടില്ല. വി ക്യാൻ സ്വിച്ച് ഇമ്മീഡിയറ്റ്ലി. Motivations and engagement. Variety in problem solving methods keeps people engaged and motivated. ടെക്നിക്കലി ഫിറ്റ് ആയിട്ടുള്ള ഒരാൾക്ക് ഇങ്ങനെയുള്ള ഡിഫറെന്റ് ചലഞ്ചസ് വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്ത് പോവുക, അല്ലെങ്കിൽ നിങ്ങൾ ഈ രീതിയിൽ പോവും എന്ന് പറയുമ്പോൾ സെയിം ലൈക്ക് നമ്മളൊരു പ്രോബ്ലം ക്ലാസ്സിൽ ചെയ്യുന്നു, ഒരു മെത്തേഡ് പോയിപ്പോൾ എല്ലാവരും സ്റ്റക്കായി. ഓക്കെ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരുന്ന പ്രോബ്ലം ആണ്, പെട്ടെന്ന് സ്റ്റക്കായി. അപ്പോൾ ടീച്ചർ പറയാണ് സംതിങ് വെന്റ് റോങ് ദിസ് മെത്തേഡ്, just go back to the previous method and go that way. അങ്ങനെ പറയുമ്പോൾ ആ പ്രോബ്ലത്തിലേക്ക് അതിലേക്ക് ഇൻവോൾവ് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് വളരെ കൂടുതലായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് പ്രോബ്ലം സോൾവിംഗ് സ്ട്രാറ്റജി. ഒരു പ്രോബ്ലത്തിലേക്ക് വരുമ്പോൾ ആസ് എ ടീം ലീഡർ, ആസ് എൻ എഞ്ചിനീയർ, we should suggest our team to take the alternative path to reach into the solution.
multiple paths to success spark interest. Okay, so these are the understanding or benefits of understanding or dealing with the multiple strategies in the problem solving area. Then in the syllabus it is mentioned with the types of problem solving strategy. ഇപ്പോൾ നമ്മൾ ഇതുവരെ നമ്മൾ പറഞ്ഞത് ഡിഫറെന്റ് പ്രോബ്ലം സോൾവിംഗ് സ്ട്രാറ്റജി ഉണ്ട് എന്നാ പറഞ്ഞത്. എന്തൊക്കെയാണ് ഈ കുറേ ഉണ്ട്, but a few are listed in your syllabus, so we need to study them. Okay, so different problem solving strategies are, first one, trial and error strategy. Okay, some situations നമുക്ക് trial and error യൂസ് ചെയ്യേണ്ടി വരും. നമുക്കറിയാം എന്താണ് trial and error എന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ. So we'll just try, we'll evaluate the solution for error. If there is error, if there is error, we will try in the another approach. For example, you have a polynomial x raised to 6 plus 15x raised to 5 plus 25x raised to 4 minus 35x raised to 3 plus 25x square plus 15x minus 23 equal to 0. It's an order of 6 polynomial, and it has to find the solutions. How many solutions? X to the power 6. How many solutions? 6 solutions. We need to find 6 solutions. There is no formula like minus b plus or minus root of b square minus 4ac the whole divided by 2a as in the quadratic equation to find the solution. But we need to find the solution. What we will do? We will put x equal to 1 to the equation and check whether it is 0 or not. If it is 0, we will say x minus 1 is a factor and x equal to 1 is a solution. If it's not, if that evaluation result polynomial giving a result of 153, we will say it's 1 is not a solution. 1 is not a solution. So you'll try with a 0.5. We'll try with x equal to 0.5. And while evaluating that polynomial for x equal to 0.5, and if we are getting say 83, 175 in the 83 like a evaluation function reduce here. So 1 ആയപ്പോൾ 187 ആയിരുന്നു, 0.5 ലേക്ക് കൊണ്ടുവന്നപ്പോൾ x equal to 0.5 ആയപ്പോൾ 83 ലേക്ക് കൊണ്ടുവന്നു. Definitely our value is approaching towards solution, is approaching, our try is approaching towards the solution. We should come to 0. So next we will give say minus 1 or minus 0.5 and we will see what the result is. So minus 1 കൊടുത്തപ്പോൾ the result is evaluation polynomial കിട്ടിയത് minus 85 എന്നാണ്. So 1 കൊടുത്തപ്പോൾ 187, 0.5 കൊടുത്തപ്പോൾ 85, then minus 1 കൊടുത്തപ്പോൾ minus 100. So നമുക്ക് guess ചെയ്യാം our value is in between minus 1 and 0.5. 0.5 83 കിട്ടി, minus 1 എന്ത് കിട്ടി, minus 100 കിട്ടി. So minus 100 നും 83 ക്ക് ഇടയ്ക്കാണ് നമ്മളുടെ റിയൽ 0 കിടക്കുന്നത്. ഓക്കെ, പോളിനോമിയൽ 0 ലേക്ക് വരണമെങ്കിൽ x ന് ഒരു വാല്യൂ കൊടുക്കണം. ആ വാല്യൂ എന്ന് പറയുന്നത് minus 1 നും എവിടെ ഇരിക്കണം? സെക്കൻഡ് വൺ എഴുന്നേക്കടോ. We have to give a value. Where will be the solution for that particular case? minus 1 ആണോ? പിന്നെ എവിടെ ആയിരിക്കണം? ഇയാൾക്ക് എന്താ പരിപാടി ക്ലാസ്സിൽ? You are sometimes in class, sometimes like what is outside the world. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? എന്നായിരിക്കും. So we can guess our value or a real solution, first solution will be somewhere between minus 1 and 0.5. That is what is called a trial and error strategy. Hope you got the point. So trial and error is a problem solving strategy that involves experimenting. That is what experimenting. We are giving first minus 1, then we are giving 0.5, then we are giving minus 1, and we are concluding that our results might be somewhere between minus 1 and 0.5, and finally another attempt we may come to the more closer result. Okay, so that is what. So we need to experiment with the different solutions and need to evaluate our criteria functions with that assumptions, with that guessing. Okay, so we need to continue this experimentation until we get our correct result. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? Trial and error strategy. So it is a process of repeated attempts to solve the problem
by testing different methods or approaches, learning from failures. നമ്മൾ ഫെയിലിയറിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. f of 1 കൊടുത്തപ്പോൾ our result was 187. f of 0.5, that's a failure. That was a failure. We should get 0. Function evaluate ചെയ്യുമ്പോൾ 0 കിട്ടണം. 0 കിട്ടിയാൽ നമ്മൾ സക്സസ് ആയി. So evaluation function is that polynomial. Okay, so x equal to 1 കൊടുത്തപ്പോൾ നമ്മൾക്ക് ഫെയിൽ ആയി. So ആ ഫെയിലിയറിൽ നിന്ന് നമ്മൾ പഠിച്ചു. We will try with ചിലപ്പോൾ അടുത്ത ട്രൈ ചെയ്യുന്നത് 1.5 അല്ലെങ്കിൽ 0.5 സോ 187 പോയപ്പോൾ നമ്മൾ കൂടുതൽ ചാൻസ് കിട്ടാൻ നമുക്ക് ഒരു ഇൻറ്റ്യൂഷൻ ഉണ്ടാവും. നമ്മൾ 0.5 കൊടുത്ത് ട്രൈ ചെയ്ത് നോക്കി. സോ 83 റെഡ്യൂസ് ചെയ്തു. സോ നമുക്കൊരു ഒരു സന്തോഷം തോന്നുന്ന ഒരു വി ആർ അപ്രോച്ചിങ് ടുവേർഡ്സ് സൊല്യൂഷൻ. ഓക്കെ, സോ എവറി ടൈം ഇൻ എവറി അറ്റംപ്റ്റ് വി ആർ എക്സ്പെക്ടിങ് ഫെയിലിയർ only. No one is expecting in the first attempt will come up with the result or solution. Okay, so we will try or we learn from the failures, learning from the failures and trying again and again until success is achieved. Okay, ഓരോ ഫെയിലിയറിൽ നിന്നും നമ്മൾ പഠിച്ച് റിയൽ സൊല്യൂഷനിലേക്ക് കൊണ്ടുവരും. ആ മെത്തേഡിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ട്രയൽ ആൻഡ് എറർ സ്ട്രാറ്റജി എന്ന് വിളിക്കുന്നത്. So it's like a coding. We'll try with our what we know about that solution. We'll try and we will run the code. We will find solution. We will find some mistakes, some errors. Okay, even there is no syntactic errors or logical errors, നമുക്ക് റിസൾട്ട് കിട്ടില്ല. As you are doing your experiment in the lab exam, question കിട്ടും. Immediately we will write the flowchart, algorithm, every code and everything, and that faculty will say proceed. You will go to your terminal, you will start doing programming. Definitely you are not going to get your result. Then after going through the errors and right present result, നമ്മൾ പ്രോഗ്രാം ചെക്ക് ചെയ്യും. എവറി സ്റ്റേജസ്, എവറി സ്റ്റെപ്സ് കറക്റ്റ് ആണോ, ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെയാണോ, അതാണോ വന്നിരിക്കുന്നത്, അങ്ങനെയല്ല. സോ മോഡിഫൈ ദിസ്, റൺ അഗെയിൻ. ഓക്കെ, സോ വി പാസ് ദാറ്റ് സെക്ഷൻ, അഗെയിൻ എറർ. ഓക്കെ, ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്, ബട്ട് വന്നത് എങ്ങനെ. ആ രീതിയിൽ എല്ലാ ഫീൽഡിൽ നിന്നും നമ്മൾ കാര്യങ്ങൾ പഠിച്ച് ഫൈനലി വി ആർ കമ്മിങ് അപ്പ് വിത്ത് ദ സൊല്യൂഷൻ. So when a problem doesn't have a clear or a structured path to a solution, trial and error can be used to gradually work towards success. A particular solution illa. So ഒരു quadratic equationൽ ഒരാൾക്ക് ഒരിക്കലും trial and error നോക്കേണ്ട ആവശ്യമില്ല, because quadratic equations methods are known to all. Formula is there, methods are there. Okay, so അവിടെ നമുക്ക് we can directly use that structured formula to find the solution. Okay, so in areas where creativity is required, such as art, design, innovation, trial and error can lead to unique solution. So used in scientific experiments where hypotheses are tested through experiments. Hypothesis എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്. നമ്മളൊരു ഇല്ലാത്തൊരു കാര്യം അല്ലെങ്കിൽ ഇതുവരെ ഉണ്ടായിരുന്ന, സേ ഫോർ എക്സാമ്പിൾ ഫോഴ്സ് ഇസ് ഈക്വൽ ടു ma, F is equal to ma എന്ന് പറയുന്ന ഇക്വേഷൻ, വെൽ നോൺ ഇക്വേഷൻ ആണ്. നമ്മൾ അതിനെ ചലഞ്ച് ചെയ്യാണ്, ma അല്ല ma പ്ലസ് സംതിങ് ഒക്കെ ഉണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ പ്രപ്പോസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. സോ നമ്മൾ അത് പ്രപ്പോസ് ചെയ്യുമ്പോൾ അതിന് പ്രത്യേക എൻ്റെ ഇൻറ്റ്യൂഷൻ ആണത്. എനിക്ക് തോന്നുന്നതാണ് ചില കേസിലൊന്നും ആ F is equal to ma വർക്ക് ചെയ്യുന്നില്ല, അതെന്തോ തെറ്റതിനകത്തുണ്ട്. അങ്ങനെയുള്ള ഒരു ചിന്തയിൽ നിന്ന് ഞാൻ വേറൊന്ന് പ്രപ്പോസ് ചെയ്യാണ്. അപ്പോൾ ഞാനത് ഡ്രൈവ് ചെയ്ത് അല്ലെങ്കിൽ ഫോഴ്സ് ഒക്കെ കൊടുത്ത് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ എമ്മയ്ക്ക് പകരം വേറെ കുറേ ഫാക്ടേഴ്സ് കൂടി അതിനകത്ത് വരുന്നുണ്ടല്ലോ, സോ എം എ തെറ്റാണ്, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു ഇക്വേഷൻ പ്രപ്പോസ് ചെയ്യാണ്. അങ്ങനെ നമ്മൾ പ്രപ്പോസ് ചെയ്യുന്നതിന് നമ്മൾ ഹൈപ്പോത്തസിസ് എന്ന് പറയും. അത് നമുക്ക് കിട്ടിയത് നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്നാണ്, നമ്മൾ ചെയ്ത കുറച്ച് എക്സ്പെരിമെന്റ്, ബട്ട് there is no valid proof for that. ഓക്കെ, സോ അങ്ങനെയുള്ളതൊക്കെ ചെയ്യുന്ന, അങ്ങനെയുള്ള ടാസ്ക് ഒക്കെ നമ്മൾ ചെയ്യുന്നത് എന്ത് അപ്രോച്ചിലാണ്? Trial and error approach, because we are testing with the experiments. So this is the algorithmic or the flowchart representation. We will start with our problem. Make an initial guess. So for doing the problems in the trial and error, first we will guess. This can be one of the solution to that. Then calculate the result bar outcome. A solution ninnu solution guess ചെയ്ത വാല്യൂ കൊടുത്തുകൊണ്ട് അതിന്റെ റിസൾട്ട് എന്താണെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. And then we will evaluate against the criteria function എന്താണ്? Criteria function എന്ന് പറയുന്നത് our evaluation should come to the 0. അതാണ് criteria function എന്ന് പറയുന്നത്. Evaluation function polynomial evaluate ചെയ്തു, it should come to 0. Okay, so we are evaluating against the criteria function. Is the solution satisfactory? f of 1 കൊടുത്തപ്പോൾ ആ എക്സാമ്പിളിൽ 185 ആയിരുന്നു, f of 0.5 കൊടുത്തപ്പോൾ 87 ആയിട്ട് മാറി. It's not still satisfactory. അവിടെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. Okay, so we need to take a decision whether the result
നമ്മളിപ്പോൾ മാനിപ്പുലേറ്റ് ചെയ്ത റിസൾട്ട് സാറ്റിസ്ഫാക്ടറി ആണോ? യെസ് ഓർ നോ? If it is no, modify the guess. So ആദ്യം നമ്മൾ f of 1 കൊടുത്തു, അപ്പോൾ കിട്ടിയത് 167 ആണ്. Then f of 0.5 കൊടുത്തു, കിട്ടിയത് 83 ആണ്. Okay, so it is no. Modify, say x is equal to now -1. Okay, again go to the criteria function and evaluation functions. Okay, it is giving you -100. It is not still satisfied. So there should be a modification rule. ഈ modification ഒരു ഡിഫൈൻഡ് ആയിട്ടുള്ള റൂൾ ഉണ്ടായിരിക്കണം. ചുമ്മാ അങ്ങോട്ട് അറിയാത്ത ഒരാൾക്ക് 0ലേക്ക് വരുമ്പോൾ സൊല്യൂഷൻ കിട്ടുള്ളൂ എന്ന് അയാൾക്ക് അറിഞ്ഞൂടാ. Then he is trying with f of -2, കിട്ടിയില്ല, വീണ്ടും f of -10ലേക്ക് പോവാണ്. അയാൾക്ക് അറിഞ്ഞൂടാ 0യ്ക്കും മൈനസിനും പ്ലസിനും ഇടയ്ക്കാണ് 0 വരുന്നത്. ആ 0 വരുമ്പോഴാണ് നമ്മുടെ സൊല്യൂഷൻ എന്നുള്ള കാര്യം അയാൾക്ക് അറിയാമേല. സോ എപ്പോഴെങ്കിലും കുറെ വാല്യൂ ഇങ്ങനെ കൊടുത്ത് എപ്പോഴെങ്കിലും 0 കിട്ടുമ്പോൾ അത് സൊല്യൂഷൻ ആയിരിക്കും എന്നുള്ള രീതിയിൽ അത് ട്രയൽ ആൻഡ് എറർ അല്ല. He should know, he should be able to learn from the failure. അങ്ങനെയുള്ള അപ്രോച്ച് ആയിരിക്കണം നമ്മളുടെ ട്രയൽ ആൻഡ് എറർ എന്ന് പറയുന്നത്. വെറുതെ അങ്ങോട്ട് ട്രൈ ചെയ്തിട്ട് റിസൾട്ട് കിട്ടുക, ദാറ്റ് ഈസ് ലക്ക്. That strategy അത് ഫോളോ ചെയ്യുന്ന ആൾക്ക് ഫെയിലിയറിൽ നിന്ന് പഠിക്കാൻ പറ്റണം. മനസ്സിലായോ? സോ -1 കൊടുത്തപ്പോൾ -100 വന്നു, 0.5 കൊടുത്തപ്പോൾ 83 വന്നു. സോ -1നും 0.5നും ഇടയ്ക്കായിരിക്കും നമ്മളുടെ റിയൽ എക്സ് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ആളായിരിക്കണം. അതിന്റെ ഇടയ്ക്കായിരിക്കണം ട്രൈ ചെയ്യേണ്ടത്. അല്ലാതെ -5ലേക്കോ -3ലേക്കോ വെറുതെ കൊടുത്ത് അവസാനം 0 വരുമ്പോൾ എനിക്ക് ആൻസർ കിട്ടി എന്ന് പറയുന്ന മെത്തേഡ് അല്ല ട്രയൽ ആൻഡ് എറർ. സോ വി നീഡ് ടു modify the guess or the previous attempt with a defined strategy. ആ സ്ട്രാറ്റജി ഡിഫൈൻ ചെയ്തിരിക്കണം. ആ ഡിഫൈൻഡ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് while putting that value should come to the polynomial evaluation or criteria evaluation should come up with a 0. Okay, ആ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മളുടെ ഗസ് പോകേണ്ടത് അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ പോകേണ്ടത്. ആൻഡ് ആഫ്റ്റർ ദിസ്, ഇഫ് യു ആർ ഗെറ്റിംഗ് ദാറ്റ് solution, you are coming up with the solution that we can take that as the end of your strategy. Okay, this is what is in the trial and error method. Okay, it's very simple, right? Okay, so trial and error method. Then limitations of trial and error strategy: it's time consuming. That is, this method is time consuming. Why? Every time we are expecting error only. After 20, 25 or 30 attempts only, it may come up with the acceptable result. Okay, so every time it will take your time. For exam point of view, if you are trying with this, you will be wasting with your exam time. Okay, so first point is time consuming. Lack of systematic approach. ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് അതിനെ ഫോളോ ചെയ്ത് അങ്ങനെയുള്ള ഒരു അപ്രോച്ച്, മെത്തേഡ്, ലിസ്റ്റഡ് ടാസ്ക് അവിടെ ഇല്ല. ഓക്കെ, അങ്ങനെയുള്ളത് അതാണ് ഒരു ലിമിറ്റേഷൻ ആണ്. റിസോഴ്സ് ഇന്റൻസീവ്. അങ്ങനെ ചെയ്യുന്നതോട് കൂടിയിട്ട് ഒരുപാട് നമ്മൾ പേപ്പർ ആണ്, വി ആർ വേസ്റ്റിംഗ് അവർ പേപ്പർ. ഇപ്പോൾ ഒരു പ്രൊജക്റ്റിലേക്ക് വരുമ്പോൾ അത് എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ റിസോഴ്സ് യൂസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, യു ആർ ഡൂയിങ് ആൻ എക്സ്പെരിമെന്റ് ഇൻ കെമിസ്ട്രി. നമുക്ക് അറിഞ്ഞൂടാ എങ്ങനെ എന്ത് പ്രൊപ്പോർഷനിൽ അതിന്റെ റിയാക്ടൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, എന്ത് സിറ്റുവേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ ആ കെമിക്കൽ റിയാക്ഷൻ നടക്കുമെന്ന് അറിഞ്ഞൂടാ. അങ്ങനെ ഒരു ട്രയൽ ആൻഡ് എറർ ഉപയോഗിക്കുകയാണ്. സോ ഓരോ പ്രാവശ്യവും ആ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ അതിന് വേണ്ടിയിട്ട് കെമിക്കൽ എയും കെമിക്കൽ ബിയും കെമിക്കൽ സിയും അയാൾ വേസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. മനസ്സിലായോ? സോ റിസോഴ്സ് വേസ്റ്റ് ഉണ്ട് ഇതിനകത്ത് ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ട്രൈയിങ് വിത്ത് പോളിനോമിയൽ. ഇൻ ദ റിയൽ പ്രൊജക്റ്റിൽ സിനാരിയോയിലേക്ക് വരുമ്പോൾ അത് അത്ര നല്ല ഒരു മെത്തേഡല്ല. ബട്ട് ഇറ്റ് ഈസ് ആൻ സ്ട്രാറ്റജി. ലാക്ക് ഓഫ് ലേണിംഗ്, അതിനെക്കുറിച്ച് ആളൊന്നും പഠിക്കുന്നില്ല. നമ്മൾ അത് പറഞ്ഞതുപോലെ വെറുതെ അങ്ങ് ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുക. എപ്പോഴെങ്കിലും ലക്കിൽ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൻസർ ആയി എന്ന് പറയുന്ന ആ ഒരു മെത്തേഡ്. സോ ദാറ്റ് ആർ ലിമിറ്റേഷൻസ് ഓഫ് ട്രയൽ ആൻഡ് എറർ strategy. And the second strategy, as mentioned in the syllabus, is known as heuristic strategy. Heuristic problem solving strategy. It is one of the important strategy. Many of the algorithms in the AI is working on this heuristic strategy. So we'll see what is heuristic strategy. A heuristic strategy
in problem solving refers to an approach that employs practical methods based on experience, intuition to make decisions or solve problems efficiently. Okay, so problem solving strategy by heuristic strategy എന്ന് പറയുന്നത് is not like a trial and error. It is working towards the goal from the previous experience. ഓക്കെ, സോ ഇതേപോലെയുള്ള ഒരു പ്രോബ്ലം പണ്ട് എവിടെയോ ചെയ്തപ്പോൾ ഇങ്ങനെ ചെയ്തപ്പോൾ അതിന്റെ ആൻസർ കിട്ടി, അപ്പോൾ ഇങ്ങനെ നോക്കിയാൽ അതിന്റെ ആൻസർ കിട്ടും എന്നുള്ള ഒരു ഇൻറ്റ്യൂഷൻ. ഓക്കെ, ആ രീതിയിൽ വർക്ക് ചെയ്യുന്ന അൽഗോരിതംസ് ആണ് അല്ലെങ്കിൽ സ്ട്രാറ്റജിയാണിത് ഹ്യൂറിസ്റ്റിക് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. വി നീഡ് പ്രയർ എക്സ്പീരിയൻസ് റിലേറ്റഡ് ടു ദാറ്റ് പ്രോബ്ലം. ഓക്കെ, അങ്ങനെ വർക്ക് ചെയ്യുന്ന പ്രോബ്ലം സ്ട്രാറ്റജിയാണിത് ഹ്യൂറിസ്റ്റിക്സ്. Unlike algorithms which guarantee a correct or optimal solution. Algorithm already strategy കണ്ടുപിടിച്ച് algorithm ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ പ്രോബ്ലം algorithm ഉപയോഗിച്ച് സൊല്യൂഷൻ നോക്കിയാൽ ഉറപ്പായിട്ട് നമുക്ക് സൊല്യൂഷൻ കിട്ടും. അതുപോലെയല്ല ഇത് ഹ്യൂറിസ്റ്റിക് എന്ന് പറയുന്നത്. നമുക്ക് ചെറിയ ഒരു ഇൻറ്റ്യൂഷനേ ഉള്ളൂ, ഇങ്ങനെ ചെയ്താൽ അത് കിട്ടും എന്നുള്ള ചെറിയൊരു ഇൻറ്റ്യൂഷൻ അല്ലെ. പ്രീവിയസ്ലി എക്സ്പീരിയൻസ് ഉപയോഗിച്ച് ഞാൻ അന്ന് ഇങ്ങനെ ചെയ്തപ്പോൾ ഇതായിരുന്നു എനിക്ക് കിട്ടിയ റിസൾട്ട്, അപ്പോൾ അതുപോലെയുള്ള ഒരു പ്രോബ്ലം തന്നെയാണ്, അതുകൊണ്ട് ഞാൻ അതേ മെത്തേഡ് തന്നെ യൂസ് ചെയ്താൽ ചിലപ്പോൾ എനിക്ക് ആൻസർ കിട്ടും എന്നുള്ള ഒരു തോന്നൽ. അതിൽ നിന്ന് നമ്മൾ അൽഗോരിതം ഡെവലപ്പ് ചെയ്യുന്ന അപ്രോച്ച് ആണ് എന്ന് പറയുന്നത് heuristic approach. So there is no guarantee in this approach. ഉറപ്പായിട്ട് ആൻസർ കിട്ടുമെന്ന് പറയാൻ നമുക്ക് പറ്റില്ല. But you can learn from that approach. Okay, so or optimal solution through the defined sequence of steps. So heuristic offer shortcuts, rules of thumb or educated guess. Those are the rules of thumb. So rules of thumb എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു റൂൾ അല്ല. ഇറ്റ്സ് എ തമ്പ് റൂൾ എന്നൊക്കെ പറഞ്ഞില്ലേ, ജസ്റ്റ് നമ്മൾ അങ്ങോട്ട് ട്രൈ ചെയ്ത് നോക്കുകയാണ്. പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ പോസിബിലിറ്റീസ് ഉള്ള ഒരു ഗസ്, വെറുതെ അങ്ങോട്ട് ഗസ് ചെയ്യല്ല, ഏറ്റവും കൂടുതൽ പോസിബിലിറ്റീസ് ഉള്ള ഒരു ഗസ്. ഓക്കെ, അതിന് റൂൾ ഓഫ് തമ്പ് എന്ന് പറയും. ഓർ ആൻ എഡ്യൂക്കേറ്റഡ് ഗസ്, നമുക്ക് അതിൻ്റെ അകത്തുള്ള നോളജ് ഉപയോഗിച്ച് ഇതാണ് അതിലെ സൊല്യൂഷനിലേക്കുള്ള ഏറ്റവും നല്ല അല്ലെങ്കിൽ ഏറ്റവും അടുത്തിരിക്കുന്നത് എന്നുള്ള ഒരു ഗസ്. ഓക്കെ, അത് എക്സ്പീരിയൻസും നോളജും ഉള്ള ഒരാൾക്ക്, ഒരു ടീമിന് പറ്റുന്നതാണ്. That aim to yield a good enough solution, especially when dealing with a complex or ill-structured problem. നമ്മൾ പറഞ്ഞിരുന്നു ill-structured and well-structured problem പറഞ്ഞിരുന്നു. ill-structured problem വളരെ സ്പെസിഫിക് ആയിട്ട് ഒന്നും അതിൻ്റെ അകത്തില്ല, പക്ഷെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കിട്ടും എന്നുള്ളൊരു ഇൻഡ്യൂഷൻ, അത് വെച്ചിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന മെത്തേഡ്, അതിനാണ് നമ്മൾ വിളിക്കുന്നത് ഹ്യൂറിസ്റ്റിക് സ്ട്രാറ്റജി എന്ന് വിളിക്കുന്നത്. Heuristic strategies are designed to find solutions more quickly than traditional methods by making educated assumptions. Already നമ്മൾ പറഞ്ഞു. However, they are not guaranteed to provide the optimal solution. ഉറപ്പില്ല. If it often draw from past experience or patterns. These approaches are particularly useful in complex problem spaces where evaluating all possible options would be impractical or too time consuming. So നമ്മൾ ട്രയൽ ആൻഡ് എററിൽ പോസിബിൾ ആയിട്ടുള്ള എല്ലാ വാല്യൂസ് എടുത്ത് കൊടുത്ത് ട്രൈ ചെയ്ത് ലക്കാവുന്നത് വരെ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ ട്രയൽ ആൻഡ് എററിൽ വേസ്റ്റ് ചെയ്യാൻ നമുക്ക് സമയമില്ല, മണിയില്ല, റിസോഴ്സസ് ഇല്ല, ഒന്നുമില്ല. ഓക്കെ, അങ്ങനെയുള്ള കേസിൽ ഈ എഡ്യൂക്കേറ്റഡ് ഗസ് ആയിരിക്കും അല്ലെങ്കിൽ ഹ്യൂറിസ്റ്റിക് അപ്രോച്ച് ആയിരിക്കും ബെറ്റർ ദാൻ ട്രയൽ ആൻഡ് എറർ. സോ വി ക്യാൻ സേ ദിസ് ഈസ് മോഡിഫിക്കേഷൻ ടു ദ ട്രയൽ ആൻഡ് എറർ. ചുമ്മാ അങ്ങോട്ട് ട്രൈ ചെയ്യല്ല, വി ആർ ഗസ്സിംഗ് വിത്ത് സം ഇൻറ്റ്യൂഷൻ, some previous experience. So steps to create a heuristic problem solving. First, as in the all problems, define the problem, identify the problem what we want to solve, identify the constraints and objectives. Adinte challenging ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചാർട്ട് ചെയ്യുക. Then generate initial solutions or hypothesis. Initial guess ചെയ്യുക, ചുമ്മാ random guess ആവാൻ പാടില്ല. Heuristic selection. Choose a heuristic or a rule of thumb that is likely to guide. More chance ഉള്ള guess ആയിരിക്കണം നമ്മൾ അവിടെ കൊടുക്കേണ്ടത്. That's why it's called a educated guess. More chance ഉള്ള ഗസ്സിൽ വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. Then formulate initial solution. ആ ഗസ്സിൽ നിന്ന് ആദ്യത്തെ സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നു. Then evaluate the solution. ആ സൊല്യൂഷൻ കൊടുത്ത് ആ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ ആണോ എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നു. Okay, while evaluating, definitely there
will be errors. From the errors, we will study the case and determine the acceptability. Error വളരെ കുറവാണെങ്കിൽ acceptable error ആണുള്ളതെങ്കിൽ you can accept. If it is not an acceptable level, you can reject that solution. Then the decision point is the solution is acceptable. Somehow the same as in the previous flowchart. Yes, if the solution is acceptable, move towards finalizing the solution. If it's not, the solution is not acceptable, proceed to the next step, wherein we will modify our heuristic. Then refine or adjustment the solution. Analyze and adjust it. You need to use the feedback or results from the evaluation to refine the solution. This may involve tweaking the parameters, adjusting the parameters, trying a different heuristic. ഇപ്പോൾ ഉപയോഗിച്ച heuristic അല്ലാത്ത വേറെ ഏതെങ്കിലും heuristic ഉപയോഗിക്കുക, or making an educated guess. Okay, then loop back, return to the evaluation function, evaluation procedure, checking the solution whether it's correct or not, or the closeness of solution to the desired solutions we are checking, and proceeding to the decision making, yes or no. If it is not, repeat again. If it is satisfied, come to the conclusion. Iteration process, then finalizing the solution. So these are the steps in the heuristic strategy. And here is a simple problem to use this heuristic strategy. And the problem is, this is one of a problem in the artificial intelligence, okay, AI. Suppose we need to navigate from the node A, from the place A to the place J. Think like a Google map. Okay, there are different different path from your source to destination. Okay, there are some parameters mentioned. That is what this is called a heuristics. So what it is saying about the node is, it takes 10 hours, just for understanding. It takes 10 hours. Okay, generally it takes 10 hours to travel from say place A to place G. Okay, so that's why it's called a heuristic. It's not correct, but most of the time have taken 10 hours to travel from A to J. അതുകൊണ്ട് നമ്മൾ അതിനെ ഹ്യൂറിസ്റ്റിക് എന്ന് പറയും. നമ്മളെ പ്രീവിയസ് എക്സ്പീരിയൻസ് ആണ്. കഴിഞ്ഞ മാസം നമ്മൾ വന്നപ്പോൾ ട്രിവാൻഡ്രത്ത് നിന്ന് തൃശ്ശൂർ വരെ ഈ റൂട്ടില് മാക്സിമം 10 മണിക്കൂറേ എടുത്തിട്ടുള്ളൂ. Okay, so അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഹ്യൂറിസ്റ്റിക്. ആൻഡ് from the place A, from Trivandrum, you have via Kottayam, via Alapi. So to Kottayam, this is the time taken, 6 hours. That is another heuristic cost function. Okay, then Kottayam എത്തിക്കഴിഞ്ഞാൽ from Kottayam to Thrissur, it will take 8 hours. Okay, so the parameter just close to that node, take the cost from that node directly to the destination node. And this parameter over the branch that represents the costs from reaching B to say C, Kottayam to say Ettumanur, Ettumanur to say Perumbavoor to Thrissur, so on. Okay, so how to solve, or how to find the, or how to take a decision, which route should he take to travel from say A to J, whether this way or this way. So he will use heuristic approach to solve this problem. ഈ ചെയ്യുന്ന ഈ പ്രോബ്ലത്തിനെ A star search algorithms, ഗ്രാഫ് എന്നൊക്കെ പറയും. നിങ്ങൾ പഠിക്കാനില്ല, ജസ്റ്റ് ഹ്യൂറിസ്റ്റിക് എന്താണെന്ന് പറയാൻ വേണ്ടി മാത്രമാണ് എഴുതുക. So it's called a heuristic problem solving strategy, and the algorithm is A star search algorithm. So how to do this problem is, while taking the decision, before taking the decision, he will perform some evaluation here. Our software will do some evaluation. The evaluation is to take via say this one or this one. That is the decision to take. നമ്മൾ ഇവിടെ ഒന്നും അറിയുന്നില്ല. ട്രിവാൻഡ്രത്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ റൈറ്റ് നൗ കോട്ടയത്ത് എന്താണ്, ഏറ്റുമാനൂർ എന്താണ്, പെരുമ്പാവൂർ എന്താണെന്നൊന്നും നമ്മൾ അറിയുന്നില്ല. ബട്ട് വി നീഡ് ടു ടേക്ക് എ ഡിസിഷൻ വെദർ ടു ടേക്ക് വയ ആലപ്പി ഓർ വയ കോട്ടയം. സോ വാട്ട് ഈസ് ദാറ്റ് ഇവാലുവേഷൻ ഈസ്, ഈ നമ്മൾ കോട്ടയം എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുന്ന് തൃശ്ശൂർ വരെ 8 മണിക്കൂർ എടുക്കുള്ളൂ. ആലപ്പി എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുന്ന് തൃശ്ശൂർ വരെ 6 മണിക്കൂർ എടുക്കുള്ളൂ. സോ വിച്ച് റൂട്ട്? സോ കോട്ടയത്തേക്ക് 6 hours, ആലപ്പിയിലേക്ക് 3 hours. So total is via Alapi. So we will say it is cost of F is 3 plus 6 equal to 9.
and the cost of B is this 6 അവിടെ വരെ കൊടുക്കേണ്ടത്, then 8 hours from Kottayam to Thrissur, it is 40. And then C of F is less than C of B, അല്ലേ? So immediately ഇവിടെ ഒന്നും നോക്കില്ല, ഇവിടുത്തെ കണ്ടീഷൻസ് ഒന്നും നോക്കുന്നേ ഇല്ല. You have to take the decision. So after have to take the decision from Trivandrum, take the route via Alapi, because this cost only 9 hours. Okay, there may be situation ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് എടുക്കാൻ മാത്രം 10 എന്നുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കും. ബട്ട് ദാറ്റ് ടൈം അവർക്ക് അറിഞ്ഞുകൂടാ. ബട്ട് അറ്റ് പ്രസന്റ് ദിസ് ഈസ് ദ ബെസ്റ്റ്. അതാണ് ഹ്യൂറിസ്റ്റിക് എന്ന് പറയുന്നത്. അത് കറക്റ്റ് സൊല്യൂഷനിലേക്ക് കൊണ്ടുവരുമെന്ന് ഒരു ഉറപ്പുമില്ല. ആ സമയത്തുള്ള ബെസ്റ്റ് അതാണ് നമ്മളുടെ heuristic. Okay, so it will take the route A to F. It will take the route A to F. Then after reaching F, he need to take the decision again whether to take via G or via H. Again he will do the cost function at G. എങ്ങനെയായിരിക്കും cost function at G എന്ന് പറയുന്നത്? It is 3 plus 1 plus 5. 3 plus 1 plus 5 equal to 9. Then cost of H എന്ന് പറയുന്നത് 3 plus 7 plus 3. 3 plus 7 plus 3 equal to 13. So G is cheaper than H. So it will take the route via G. It will take the route via G. Then after G, even though there is one route, he will evaluate എല്ലാ പോസിബിലിറ്റി ചെക്ക് ചെയ്യും. അങ്ങോട്ട് പോയിട്ട് ഇതിൽ പോകാനുള്ള പോസിബിലിറ്റിയും ചെക്ക് ചെയ്യും. ഇവിടുന്ന് തിരിച്ച് പോയിട്ട് ഇവിടെ എത്തിയപ്പോൾ ഭയങ്കര ബ്ലോക്കാണ്, നമ്മൾ തിരിച്ച് ചില സമയത്ത് നമ്മൾ അങ്ങനെ ഡിസിഷൻ എടുക്കും അല്ലേ, മാനുവലി അല്ലേ. സോ ഇവിടുന്ന് തിരിച്ച് അങ്ങോട്ട് തന്നെ പോയിട്ട് ഈ റൂട്ട് എടുക്കാമെന്ന് തീരുമാനിച്ചു. അതുപോലെ our algorithm also should be able to do the evaluation. So from G he will check how to reach via F, H, I or via I. Okay, and he from this point he will go for C of F, then C of I. Just imagine C of H നോക്കേണ്ട ആവശ്യമില്ല, H നോക്കേണ്ടത് F ൽ എത്തിയതിനു ശേഷം. C of F ഉം C of I ഉം ഇവാലുവേറ്റ് ചെയ്യും. C of I എത്തുമ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 1 ഉള്ളൂ. സോ ഇവിടെ 15 ആണ് കിടക്കുന്നത്, ഇവിടെ 15 ആണെന്ന് വിചാരിക്കുക. ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഇത് കൂടുതലാണ്. He will take this path. മനസ്സിലായോ? നമ്മൾ വണ്ടി ഓടിച്ച് ഇവിടെ വന്നപ്പോൾ ഇവിടെയാണ് ബ്ലോക്ക് നിറഞ്ഞു, നമ്മൾ തിരിച്ചു പോയിട്ട് തിരിച്ചു പോകും, അതേ അപ്രോച്ച്. So that is what these every measures are heuristics from the previous knowledge. And finally he will take the decisions, for example F to I, then from here itself he will take via E or via directly to J is easy or not. Heuristic he will check again, then he will take the decision via direct to I to J. So each and every decision taking points he will do some kind of calculations based on his heuristics. Okay, though it is not guaranteed to give the optimal solution. So ഇങ്ങനെ ട്രാവൽ ചെയ്തപ്പോൾ അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ യൂസറിന് എടുത്തത് 13 hours ആയിരിക്കും. പക്ഷേ ഇവിടുത്തെ ഹ്യൂറിസ്റ്റിക് നമ്മളെ സജഷൻസ് ഇങ്ങനെയായിരുന്നു, ഇങ്ങനെ എടുത്തിരുന്നെങ്കിൽ somehow he might have able to reach by 12 hours. അവിടെ അത് നോക്കുന്നില്ല. So it's not an optimal solution. Okay, so ഇങ്ങനെ ചെയ്യുന്ന ഈ രീതിയിൽ നമ്മൾ പ്രോബ്ലത്തിനെ അപ്രോച്ച് ചെയ്യുന്ന കേസിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? Heuristic. It's known as heuristic strategy. Then the third strategy is means ends analysis. Means ends analysis strategy. So it's also a problem solving strategy that focus on breaking down a complex problem into smaller, more manageable sub problems. ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വലിയൊരു ടാസ്ക്. ഓക്കെ, സോ അത് നമ്മൾ ചെറിയ 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 പ്രോബ്ലംസ് ആയിട്ട്, ആ വലിയ പ്രോബ്ലത്തിന് നമുക്ക് ആസ് ഇറ്റ് ഈസ് വി ആർ നോട്ട് ഏബിൾ ടു മാനേജ്. നമുക്ക് ഒരു വഴിയും കിട്ടുന്നില്ല അത് ചെയ്യാൻ. ഒറ്റയടിക്ക് ആ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ സജസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് കംപ്ലീറ്റ്ലി ബ്ലാങ്ക്. Okay, so we will split the jobs into small problem, and we will study that problem and we will decide which method we can use that problem to solve that particular area. After completing that area we will move to next area. അങ്ങനെ ഓരോരോ സബ് പ്രോബ്ലംസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഓരോന്നിന്റെയും സൊല്യൂഷൻ കണ്ട് അതിനെല്ലാം ക്ലബ് ചെയ്ത് നമ്മൾ ഫൈനൽ സൊല്യൂഷൻസിലേക്ക് എത്തുന്ന സ്ട്രാറ്റജി
So it's all about strategies. So the method is what called means ends analysis. So the method is to minimize the gap between the current state where you are. ഇപ്പോൾ നമ്മൾ റൈറ്റ് നൗ ഇപ്പോഴത്തെ സൊല്യൂഷൻ എത്രമാത്രം സക്സസ് ആണ്, ഓക്കെ, അത് ഇത്ര പെർസെൻറ്റേജ് നമ്മൾ നമ്മുടെ സൊല്യൂഷനിലേക്ക് എത്തി, അതിനാണ് നമ്മൾ കറണ്ട് സ്റ്റാറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദ ഡിസൈർഡ് ഗോൾ സ്റ്റേറ്റ്, നമ്മുടെ ഫൈനൽ റിസൾട്ട് അതിലേക്ക് 100% എത്തണം, ഓക്കെ, അത് നമ്മുടെ ഡിഫറൻസ്. ആ ഡിഫറൻസ് എടുത്ത് ആ ഡിഫറൻസിന് ഐഡന്റിഫൈ ചെയ്ത് സ്റ്റഡി ചെയ്ത് ആ ഡിഫറൻസ് കുറയ്ക്കുക എന്നുള്ളതാണ്. സോ നമ്മൾ സബ്പാർട്ട് ചെയ്തപ്പോൾ നമ്മൾ 30% ഓവർകം ചെയ്തു. Okay, still we have the 70% of problem solution solving ahead. Okay, so now we are working a little more and reducing that 70 to say 65. We are trying to solve 5 more percentage towards the end of the final goal. Okay, so always our aim is reducing the difference from the current state. We are advancing the current state step by step. Okay, so that difference between the goal state and current state we will try to minimize to the maximum or minimum possible. Okay, the difference to bring to the minimum level. Okay, ideally to zero, ideally to zero. ഈ രീതിയിലുള്ള അപ്രോച്ചിനെയാണ് നമ്മൾ മീൻ സെൻസ് അനാലിസിസ് എന്ന് പറയുന്നത്. It is often used when solving problems that have a clear goal but requires a series of steps to achieve it. അവിടെ ഇതിലേക്ക് എത്തണം എന്ന് ക്ലിയർ കട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പക്ഷെ എങ്ങനെ പോകാമെന്ന് അറിഞ്ഞൂടാ, മനസ്സിലായോ? അതിനാണ് നമ്മൾ ഇന്ന് ഈ ഇങ്ങനെയുള്ള കേസിലാണ് മീൻ സെൻസ് അനാലിസിസ് ഉപയോഗിക്കുന്നത്. ഹൗ മീൻ സെൻസ് അനാലിസിസ് വർക്ക്സ്? ഡിഫൈൻ ദ ഗോൾ, ഓൾറെഡി പറഞ്ഞു. അസസ് ദ കറന്റ് സിറ്റുവേഷൻ, ഇപ്പോൾ നമ്മളുടെ സൊല്യൂഷൻ നമ്മൾ എവിടെ വരെ ചെയ്തു എന്ന് നമ്മൾ ഓരോ സ്റ്റേജിലും അനലൈസ് ചെയ്തുകൊണ്ടിരിക്കും. ഓരോ സ്റ്റേജിലും നമ്മൾ നമ്മുടെ സൊല്യൂഷന്റെ കറന്റ് സ്റ്റാറ്റസ് നമ്മളിങ്ങനെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് ഇനി ahead how many challenges are there, what are the different challenges ahead, okay, എല്ലാത്തിനെ കുറിച്ച് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഉണ്ടായിരിക്കും. we need to collect them, identify the difference. ഓരോ സ്റ്റേജിലും നമ്മൾ എന്ത് ചെയ്യണം? പ്രസന്റ് സൊല്യൂഷന്റെ സ്റ്റേറ്റും സ്റ്റാറ്റസും ഫൈനൽ സ്റ്റാറ്റസും തമ്മിലുള്ള ആ ഡിഫറൻസ് എപ്പോഴും നമ്മൾക്ക് അറിഞ്ഞിരിക്കും, നമ്മൾ അറിഞ്ഞു വേണം അടുത്തേക്ക് പോകാൻ. Always our goal is to minimize the difference between the present state or current state and the goal state. So select actions to reduce the difference. So നമ്മൾ ഓരോ പ്രാവശ്യവും ചെയ്യുന്ന അടുത്ത സ്റ്റേജിലെ നമ്മളുടെ ആക്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഗോൾ എന്തായിരിക്കണം? അത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഫ്യൂച്ചർ സ്റ്റേറ്റും ഫൈനൽ സ്റ്റേറ്റും തമ്മിലുള്ള ആ ഡിഫറൻസ് കോസ്റ്റ് കുറയ്ക്കുന്ന രീതിയിലായിരിക്കണം അവിടുത്തെ നമ്മളുടെ ആക്ഷൻസ് എന്ന് പറയുന്നത്. Then iterate as you reduce the gap, continue comparing the new current state. ഓരോ ഗ്രൂപ്പ് എ വർക്ക് കംപ്ലീറ്റ് ആയി അവിടുത്തെ സ്റ്റാറ്റസ് ഇതിനനുസരിച്ച് കോസ്റ്റ് ഫംഗ്ഷൻസ്, ഗോൾ സ്റ്റേറ്റ് കോസ്റ്റ് ഫംഗ്ഷൻ ഡിഫറൻസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്തു. Then we need to move ahead to reduce the gap between that new state and the goal state. Okay, so example നമ്മൾക്ക് അറിയാവുന്ന ഒരു എക്സാമ്പിൾ ആണ് ടവേഴ്സ് ഓഫ് ഹനോയ് പ്രോബ്ലം. എന്താണ് ഇത് അറിയോ? What is this problem? Solving towers of Hanoi problem. ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ലേ? ടവർ ഓഫ് ഹനോയ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗെയിം, ഒരു ഗെയിമാണ്. ഓക്കെ, ഇറ്റ് ഈസ് ഒരു 3 ടവർ ഉണ്ടായിരിക്കും. One initial tower, final tower and intermediate tower. Okay, intermediate towers depends on the number of the next one. Then in the tower it is given with some number of disk. Okay, so ഇങ്ങനെ ഒരു ടവർ ഉണ്ടായിരിക്കും, ഇവിടെ ഒരു ഡിസ്ക് സേ 100 cm diameter ഉള്ള ഡിസ്ക്, അതിന്റെ മുകളിൽ 80 cm diameter ഉള്ള ഡിസ്ക്, അതിന്റെ മുകളിൽ 60, അതിന്റെ മുകളിൽ 40, 20, അങ്ങനെ ഒരു 5 ഡിസ്ക് ഇതിനകത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. Okay, then your game എന്ന് പറയുന്നത് you need to transfer this disk from tower first tower to the goal tower, last tower, provided ഇവിടെ നമ്മൾ വെച്ചിരിക്കുന്ന 100, 80, 60, 40, 20. Okay, അതേ ഓർഡറിൽ തന്നെ നമ്മൾ അവിടെ കൊണ്ടുവെക്കും. While moving from one tower to another, there is a condition. It is not allowed to move 2 towers at the same time. 2 disks at the same time. രണ്ടെണ്ണം ഒരുമിച്ച് പൊക്കാൻ പറ്റില്ല, ഒരെണ്ണം പൊക്കുക.
Then also one more constraint. It is not allowed to drop a smaller tower, sorry, a bigger tower on the bigger disk on a smaller disk. അതായത് 60യുടെ മുകളിൽ നമുക്ക് 40 കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യാം. ബട്ട് 40 സെന്റിമീറ്റർ ഡയമീറ്റർ ഉള്ള ഡിസ്കിന്റെ മുകളിലേക്ക് നമുക്ക് 60 സെന്റിമീറ്റർ ഡയമീറ്റർ ഉള്ള ഡിസ്ക് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, സോ ഈ പ്രോബ്ലം കമ്പ്യൂട്ടറിൽ ഒരു പ്രോഗ്രാമാറ്റിക്കലി സോൾവ് ചെയ്യണമെങ്കിൽ അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് നമ്മുടെ മീൻ സെൻസ് അനാലിസിസ് എന്ന് പറയുന്നത്. സോ ദ ഗോൾ അതെല്ലാം പറഞ്ഞിട്ടുണ്ട്. വൺ disk can be moved at a time. A disk can only be placed on top of a larger disk or an empty disk. Empty peg or a tower. ഒരു ടവർ empty ആണെങ്കിൽ അവിടേക്ക് എന്ത് വേണമെങ്കിലും വെക്കാം. ഒരു ടവറിന്റെ മുകളിൽ 6 സെന്റിമീറ്റർ ഉള്ള ഡിസ്ക് ഓൾറെഡി വെച്ചിട്ടുണ്ട്. അതിന്റെ മേളിലേക്ക് നമുക്ക് 100 സെന്റിമീറ്ററോ 80 സെന്റിമീറ്ററോ വെക്കാൻ പറ്റില്ല. only 40 or 20. That is the constraint. അതിനാണ് നമ്മൾ constraints എന്ന് പറയുന്നത്. All disk start on one peg. എല്ലാം ഒരു ടവറിലായിരിക്കും at the beginning ഉണ്ടായിരിക്കുക. അത് നമ്മൾ ഗെയിം കളിച്ച് കഴിയുമ്പോൾ ആ ടവേഴ്സിലേക്ക് ഇവിടെ ഉണ്ടായിരുന്ന അതേ ഓർഡറിൽ വേറൊരു ടവറിലേക്ക് അത് കൊണ്ടുവരണം വിത്ത് മിനിമം സ്റ്റെപ്സ്. തോന്നിയ പോലെ ട്രയൽ ആൻഡ് എററിൽ കുറെ മാറ്റി റൂളൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. പക്ഷെ ഫൈനലി നമ്മൾ 10 സ്റ്റെപ്പ് എടുക്കുന്നതിന് പകരം 15 സ്റ്റെപ്പ് എടുത്തു. 15 മൂവ്മെന്റ് ദാറ്റ് ഈസ് നോട്ട് എ സൊല്യൂഷൻ. Okay, so the best solution is you need to do the game with the minimum. എന്നെങ്കിലേ നിങ്ങൾക്ക് പ്രൈസ് കിട്ടുള്ളൂ. Okay, so that is what is the goal. So means analysis ഉപയോഗിച്ച് ടവർ ഓഫ് ഹനോയ് ഐഡന്റിഫൈ ദ ഗോൾ. ഓൾറെഡി നമുക്കറിയാം എന്താണെന്നുള്ളത്. ഐഡന്റിഫൈ ദ ഡിഫറൻസസ്. ഓരോ പ്രാവശ്യവും നമ്മൾ we need to check right now നമ്മളുടെ ഫൈനൽ ടവറിൽ എങ്ങനെയാണ് ഡിസ്ക് ഇരിക്കുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ എങ്ങനെയാണ് ഡിസ്ക് ഇരിക്കുന്നത്. സോ 5 എണ്ണം നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടതിൽ 3 എണ്ണം വന്നു. Okay, so present status is 3. Then the constraint more നമുക്ക് പോകേണ്ടത് 2 എണ്ണം കൂടെ. Okay, so we need to work towards reaching or placing one more. ഒരെണ്ണം കൂടി വെക്കാനായിട്ട് എന്തെല്ലാം ഇവിടെ ചെയ്യണം. അപ്പോൾ ആദ്യം ചെയ്ത വർക്ക് ആയിരിക്കില്ല ഇതിനു വേണ്ടി വരിക. ആദ്യം നമ്മൾ ഇവിടെ വെച്ചു, പിന്നെ ഇവിടെ വെച്ചു, പിന്നെ ഇവിടെ വെച്ചു, അങ്ങനെ വന്നപ്പോൾ 3 എണ്ണം സോർട്ടായി. ഓക്കെ, ഇനി 4ാമത്തെ വെക്കുന്നതിന് ഈ സ്റ്റെപ്സ് ഒന്നും ആയിരിക്കില്ല, അതിനേക്കാൾ കൂടിയ സ്റ്റെപ്സ് പ്രയോഗിക്കേണ്ടി വരും. Okay, so our aim is bringing 4th one also towards that goal tower. Okay, so 4ാമത്തെ ടവർ എത്തിയപ്പോൾ നമ്മൾ ഒരു സ്റ്റേജ് കൂടെ ഇതിലേക്ക് വന്നു. Okay, then one more stage is there. So 80%, 4ാമത്തെ വെച്ചപ്പോൾ 80% problem solve ചെയ്തു. Still one more tower is there somewhere. നമുക്ക് അതിനെ കൊണ്ടുവരണം. Okay, അങ്ങനെ അതിനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യുന്ന അപ്രോച്ച്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എന്ത് അപ്രോച്ചാണ്, എന്ത് സ്ട്രാറ്റജിയാണത്? ഗെയിം അല്ല, സ്ട്രാറ്റജി. എന്താണ് സ്ട്രാറ്റജി? Mean sense analysis. Okay, so create some goals, apply the operations in the case means we are moving the disk from tower to tower, but what is that constraints imposed. So അതിനെയാണ് നമ്മളെ അങ്ങനെ ചെയ്യുന്ന അപ്രോച്ചിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? Mean sense analysis. Okay, you online kore tools ഉണ്ട്. You can just play that game in the online. അതിൻ്റെ അകത്ത് ഓരോ നമുക്ക് 3 ഡിസ്ക് ഉള്ളതാണോ, 4 ഡിസ്ക് ഉള്ളതാണോ, 5 ഡിസ്ക് ഉള്ളതാണോ എന്നൊക്കെ നമുക്ക് ഓപ്ഷൻസ് എടുക്കാം. ഓക്കെ, ഓപ്ഷൻസ് എടുത്തതിന് ശേഷം you try yourself today itself how to play that game. And അപ്പോൾ ഓരോ 3 ഡിസ്ക് ആണെങ്കിൽ അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടാവും മിനിമം 7 മതി എന്ന്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ ചിലപ്പോൾ 8, 9 ഒക്കെ എടുക്കും. പിന്നെ ആലോചിച്ച് നോക്കുക എങ്ങനെ അത് 7 അറ്റംപ്റ്റിൽ 7 പ്രാവശ്യം മൂവ് ചെയ്യുമ്പോൾ ഒരു ടവറിൽ നിന്ന് അടുത്ത ടവറിലേക്ക് അതിനെ കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, 4 ഡിസ്ക് ഉള്ള ടവറാണ് നമ്മൾ എടുത്തിരിക്കുന്നതെങ്കിൽ അത് 15 മൂവ്മെന്റ്സ് മിനിമം വേണ്ടി വരും. ഓക്കെ, സോ വേണമെങ്കിൽ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ചെയ്ത് നോക്കാം. ദാറ്റ് ഇസ് വാട്ട് ഈസ് എനിവേ ഇറ്റ്സ് നോട്ട് ദ ഗെയിം അബൌട്ട്, ഇറ്റ് ഈസ് അബൌട്ട് ദ സ്ട്രാറ്റജി. ദാറ്റ് സ്ട്രാറ്റജി ഈസ് എന്താണ്? മീൻസ് എൻഡ്സ് അനാലിസിസ്. And the one strategy, the 4th strategy എന്ന് പറയുന്നത് എന്താണത്? Backtracking strategy. What is backtracking strategy? Backtracking is a recursive problem solving method used to find solutions by exploring all possible options and discarding those that fail to satisfy the constraints. Backtracking, നമ്മൾ ഇവിടുന്ന് ഈ സ്റ്റേജിലെത്തി, ഇവിടുന്ന് ഫൈനൽ ഗോളിലേക്ക് പോകാൻ ഡിഫറെന്റ് അപ്രോച്ചസ് ഉണ്ട്. ഓക്കെ, വി വിൽ ഡു ഇവിടെ എത്തി. ഫ്രം ഹിയർ പ്രൊസീഡിംഗ് ടു ഈസ് വെരി ഡിഫിക്കൽട്ട്. വി ആർ ബാക്ക് ട്രാക്കിംഗ്, ഗോയിങ് ബാക്ക് ആൻഡ് ട്രൈയിങ് ദിസ് മെത്തഡ്. ഓക്കെ, ഫ്രം ഹിയർ ഇവിടെ വരെയും പ്രൊസീഡ് ചെയ്തു. ടൈം കൺസ്യൂമിംഗ് ആണ്, വേസ്റ്റ് ആണ്, ബട്ട് ഇറ്റ്സ് എ മെത്തഡ്. ഓക്കെ,
Then proceeding from here is very difficult. We'll explore to another, switch to another, and a backtracking strategy. We'll go back, correct the situation, and repeat again. അത് റിപ്പീറ്റേഷൻ എന്ന് പറയുന്നത് വേണമെങ്കിൽ സെയിം പാത്ത് തന്നെ ആയിരിക്കും. അവിടുത്തെ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അത് സോൾവ് ചെയ്ത് സെയിം പാത്തിലൂടെ തിരിച്ചു വരാം, അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് പാത്തിലേക്ക് പോകാം. സോ ആ അപ്രോച്ച് അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? Backtracking approach. Systematically searches for a solution by trying different possibilities. Backtracking when a path leads to failure. ഒരു വഴി അടഞ്ഞു, you have to go other. വേറെ മെത്തേഡിൽ കൂടെ proceed ചെയ്യും. Often used when optimal solution is required. Definitely അത് ഈ സിറ്റുവേഷൻ യൂസ് ചെയ്യുന്നതാണ് ഒപ്റ്റിമൽ സൊല്യൂഷൻ. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആൻസറിലേക്ക് നമ്മൾ എത്തണം. നമ്മൾ 95% എത്തിയുള്ളൂ ഈ വഴി പോയപ്പോൾ. അത് അക്സെപ്റ്റബിൾ അല്ല. 100% സൊല്യൂഷൻ കിട്ടും. ഓക്കെ, സോ അഡോപ്റ്റ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ബാക്ക് ട്രാക്കിംഗ്. 100%ലേക്ക് കൊണ്ടുവരാൻ വഴികളുണ്ടോ എന്ന് നമ്മൾ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കണം. ഓക്കെ, ആ സ്ട്രാറ്റജിയെ വിളിക്കുന്ന പേരാണ് ബാക്ക് ട്രാക്കിംഗ്. സോൾവ് എ മെയ്സ് പ്രോബ്ലം. മെയ്സ് പ്രോബ്ലം കളിച്ചിട്ടില്ലേ? മെയ്സ് ഗെയിം കളിച്ചിട്ടില്ലേ? എന്താണ്? മെയ്സ് വരും, ഡിഫറെന്റ് പാത്ത് ഉണ്ടാകും, ഡെസ്റ്റിനേഷനിലൂടെ പുറത്തിറങ്ങി പോകണം. കുറെ അങ്ങ് വന്നു കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത് അത് അടഞ്ഞ വഴിയാണ്. അപ്പൊ എന്ത് ചെയ്യും? മെയ്സ് തിരിച്ച് പോകും. അതിന് മുമ്പുണ്ടായിരുന്ന ഡിസിഷൻ എടുത്ത് എവിടെയാണ് അവിടേക്ക് തിരിച്ചു പോകും. തിരിച്ചു പോയിട്ട് ആൾട്ടർനേറ്റീവ് വഴി നമ്മൾ മെന്റലി നമ്മൾ മൂവ് ചെയ്ത് നോക്കും. മെയ്സ് കളിച്ചിട്ടില്ലേ? മെന്റലി നമ്മൾ മൂവ് ചെയ്ത് നോക്കും. Again block, go back to that. From that decision, നമ്മൾ previous decision എടുത്ത പോയിന്റ് ഏതാണോ അവിടുന്ന് ആൾട്ടർനേറ്റീവ് വഴി ട്രാവൽ ചെയ്യും. യെസ്, ഓക്കെ. ആ രീതിയിൽ നമ്മൾ നമ്മുടെ പ്രോബ്ലത്തെ സോൾവ് ചെയ്യുന്നതാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ബാക്ക് ട്രാക്കിംഗ്. ജസ്റ്റ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് മെയ്സ് പ്രോബ്ലം, നമ്മൾ പ്രോബ്ലം ചെയ്തു പോകുമ്പോൾ റാൻഡം ആയിട്ട് ഇവിടുന്ന് ഒരു ഒറ്റ ഓപ്പണിംഗേ ഉള്ളൂ. ഇങ്ങനെ വന്നു ഇവിടെ വന്നു, there is no, ഇവിടെ ഒന്നും ഡിസിഷൻ എടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ഇങ്ങനെ വന്നു, സി ഞാൻ ആദ്യം എടുത്ത വഴി തെറ്റാണ്. വി നീഡ് ടു ഗോ ബാക്ക്. ഏതെങ്കിലും ഒരു വഴിയിൽ വേറെ ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ് ഉണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. ഇവിടെ ഒന്നും കാണുന്നില്ല. എനിവേ, ഓക്കെ, സോ അങ്ങനെ ചെയ്യുന്ന അപ്രോച്ചിനാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ബാക്ക് ട്രാക്കിംഗ് അപ്രോച്ച്. ആപ്ലിക്കേഷൻസ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ n-queens പ്രോബ്ലം നമ്മൾ ക്യൂൻ വെച്ച് നോക്കും. then check any other queues are opposing. Okay, if it is opposing, remove this queen or this queen. ഇതിനു മുമ്പ് വെച്ച ക്യൂവിനെ മാറ്റാം, അല്ലെങ്കിൽ ഇപ്പോൾ വെച്ച ക്യൂവിനെ മാറ്റാം. ഓക്കെ, അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. then crossword puzzle generation, sudoku game, combinational problems, then constraint satisfaction problems. ജസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ എഴുതിയാൽ മതി. ഇതൊക്കെ ഓരോ കൺസ്ട്രെയിന്റ് സാറ്റിസ്ഫാക്ഷൻ പ്രോബ്ലം എന്നൊക്കെ പറയുന്നത് AI-യിലെ ഓരോ വലിയ പ്രോബ്ലംസ് ആണ്. അതിനാണ് കൺസ്ട്രെയിന്റ് സാറ്റിസ്ഫാക്ഷൻ പ്രോബ്ലം എന്ന് പറയുന്നത്. then അടുത്ത സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ എത്രണ്ണം പറഞ്ഞു? 4. Algorithmic strategy. It is the easiest strategy. ഈ പ്രോബ്ലം ചെയ്യാൻ വേറെ ആരോ അൽഗോരിതം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. വി ആർ ജസ്റ്റ് ഫോളോയിങ് ദാറ്റ് അൽഗോരിതം ആൻഡ് ലീഡിങ് ദ അപ്രോച്ച് ടുവേർഡ്സ് ദ സൊല്യൂഷൻസ് വിത്ത് ലെസ് എഫർട്ട്. ആരൊക്കെയോ ചാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. ഓക്കെ, കോംപ്ലിക്കേറ്റഡ് ടാസ്ക് ആണ്, പക്ഷെ മെത്തേഡ് എങ്ങനെയാണ് എന്ന് ആരൊക്കെയോ ഇതിനു മുമ്പ് പഠിച്ച് പേപ്പർ വെച്ചിട്ടുണ്ട്. നമ്മൾ അൽഗോരിതം ഫോളോ ചെയ്ത് അതിന്റെ റിസൾട്ട് എടുക്കും. അതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് അൽഗോരിതമിക് സ്ട്രാറ്റജി. ഡിവൈഡ് ആൻഡ് കോൺക്വർ, ഡൈനാമിക് പ്രോഗ്രാമിംഗ്, ഗ്രീഡി അൽഗോരിതം, ബാക്ക് ട്രാക്കിംഗ്, എക്സെട്ര. അപ്പോൾ ഈ അൽഗോരിതംസ് ഡിഫറെന്റ് ഇത് നമ്മൾ പഠിച്ച എല്ലാ അൽഗോരിതംസ് യൂസ് ചെയ്തിട്ട് പർട്ടിക്കുലർ മെത്തേഡിൽ നമ്മൾ അതിനെ പോകും. അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. ദെൻ ബ്രെയിൻ സ്റ്റോമിംഗ് വേറൊരു ടെക്നിക്കാണ്. ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയുന്നത് ജനറേറ്റ് ഡൈവേഴ്സ് ഐഡിയ. Brainstorming is a process where various ideas and solutions are generated for a problem without immediate judgment or analysis. ഒരു കോംപ്ലക്സ് പ്രോബ്ലം കിട്ടുവാണ്. I am asking you everyone, you suggest some ideas to do this problem. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഓരോരോ മെത്തേഡ് പറയും. ഓക്കെ, എല്ലാ മെത്തേഡും ഞാൻ അക്സെപ്റ്റ് ചെയ്യും. Okay, and then I will think about all those ideas and will finally conclude with one idea. Okay, അങ്ങനെ ചെയ്യുന്ന അപ്രോച്ചിനെയാണ് ബ്രെയിൻ സ്റ്റോമിംഗ്. സോ എൻകറേജ് ക്രിയേറ്റിവിറ്റി. പ്രൈമറി ഒബ്ജക്റ്റീവ് ഈസ് ടു ഫോസ്റ്റർ ക്രിയേറ്റീവ് തിങ്കിങ്. ടീം കോൺട്രിബ്യൂഷൻ, ടീം വർക്കാണ് ഇങ്ങനെയുള്ള അപ്രോച്ച് എന്ന് പറയുന്നത്. ദെൻ ലാറ്ററൽ തിങ്കിങ്, എക്സ്പ്ലോറിംഗ് അൺകൺവെൻഷണൽ ആംഗിൾസ്. ഒരാളും ചിന്തിക്കാത്ത വഴിയിലൂടെ നമ്മൾ ട്രാവൽ ചെയ്തെന്നൊക്കെ പറഞ്ഞ സിനിമയില്ലേ, അതുപോലെ അപ്രോച്ച് ചെയ്യുന്ന ആ ഒരു പ്രോബ്ലത്തെ നമ്മൾ ഫേസ് ചെയ്യുന്നതാണ് ലാറ്ററൽ തിങ്കിങ് എന്ന് പറയുന്നത്.
നോർമലി ഒരു മനുഷ്യനും ഒരു പ്രോബ്ലത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ചിന്തിക്കില്ല. ഓക്കെ, അങ്ങനെ ഒരാൾക്കും തോന്നിയേ ഇല്ല. പക്ഷേ എനിക്കത് തോന്നി, ഞാനത് ചെയ്തു, എനിക്ക് നല്ല റിസൾട്ട് കിട്ടി, അങ്ങനെയൊക്കെ പറയുന്ന സിറ്റുവേഷൻസ് നമ്മുടെ ലൈഫിൽ വരും. ഓക്കെ, ആ രീതിയിൽ നമ്മൾ പ്രോബ്ലത്തെ അപ്രോച്ച് ചെയ്യുന്നതിനാണ് എന്ന് പറയുന്നത് lateral thinking. It's called a thinking outside the box. Thinking from outside the box. Another is root cause analysis. ഇതൊക്കെ വളരെ ഞാൻ ഇതിന്റെ നോട്ട്സ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം കേട്ടോ, സ്ലൈഡ്സ്. ഓക്കെ, സോ റൂട്ട് കോസ് അനാലിസിസ്, ഫണ്ടമെന്റൽ കോസ് മനസ്സിലാക്കി അതിനെ അനലൈസ് ചെയ്ത് പ്രോബ്ലത്തിലേക്ക് പതിയെ 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 സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോബ്ലം ചെയ്യുന്നത്. ഇതൊക്കെ എല്ലാം ഓരോ മെത്തേഡ്സ് മാത്രമാണ്. Addressing the root cause by identifying and fixing the root cause. This approach helps implementing long-term solutions. Mind mapping, visual organization. This technique involves creating a visual representation to organize information. Okay, visually ഓരോന്ന് ഇങ്ങനെ ചാർട്ട് ചെയ്യും. ഓക്കെ, then വിഷ്വലൈസേഷന് ശേഷം ഈ വഴി പോയി കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്നുള്ളൊരു ഗസ്, അല്ലെങ്കിൽ അതാണ് നല്ലതെന്ന് നമ്മൾ തീരുമാനിച്ച് പ്രൊസീഡ് ചെയ്യുന്ന മെത്തേഡ്. എൻഹാൻസിങ് ബ്രെയിൻ സ്റ്റോമിങ്. മൈൻഡ് മാപ്പിംഗ് ഈസ് എയ്ഡ്സ് ഇൻ ജനറേറ്റിംഗ് ആൻഡ് കണക്ടിങ് ഐഡിയാസ് ഡ്യൂറിംഗ് ബ്രെയിൻ സ്റ്റോമിങ്. സോട്ട് അനാലിസിസ്, നിങ്ങൾ കേട്ടിട്ടുള്ളതാണ് സോട്ട് അനാലിസിസ്. എന്താണ് സോട്ട്? സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ത്രെറ്റ്സ് ആണ് സോട്ട് അനാലിസിസ്. നമ്മുടെ സ്ട്രെങ്ത് എന്തൊക്കെയാണ്, വീക്ക്നെസ് എന്തൊക്കെയാണ്, എന്തൊക്കെ ചാൻസ് പോസിബിലിറ്റീസ് ഉണ്ട്, അതിന്റെ ത്രെറ്റ്സ് എന്തൊക്കെയാണ്, അതിനെല്ലാം അനലൈസ് ചെയ്ത് ഫൈനലി റിസൾട്ട് ചെയ്യും. അണ്ടർസ്റ്റാൻഡിങ് ദി ഇന്റേണൽ ഫാക്ടേഴ്സ്, അസസിങ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. So these are the problem